ഇത് ഉഗ്ലി നാരങ്ങയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് അച്ചാറിടാനും പറ്റും, അതുപോലെ ദാഹശമനിയായിട്ടും ഉപയോഗിക്കാം. പുളിരസം കുറവാണ്. അതുകൊണ്ട് പിന്നെ എന്തായാലും നാരങ്ങ വർഗ്ഗമാണല്ലോ, ക്ഷീണം മാറാനും വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നന്നായി കായ്ക്കും, അതാണ് ഇതിനുള്ളത്. ഒരു പ്രൂൺ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ സമൃദ്ധിയായിട്ട് കായ്ക്കും. അപ്പം ഇതിൻ്റെയൊക്കെ ലയർ ചെയ്ത തൈകൾ ഇഷ്ടംപോലെ കിട്ടാണ്ടാവും. ഇതൊക്കെ വെക്കേണ്ടതാണ്. കാരണം ഇതിനൊന്നും പ്രത്യേകിച്ച് വളങ്ങൾ വേണ്ട, മരുന്നടിക്കേണ്ട. ഇങ്ങനത്തെ പല പഴവർഗ്ഗങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ വെക്കണം. ഒരുപാട് സ്ഥലങ്ങളൊന്നും വേണ്ട. ഇനി അല്ലെങ്കിൽ ഒരു നാരകം നിർത്തി അതിൽ പല വെറൈറ്റി ആയിട്ട് മൾട്ടി ചെയ്യാം. വീട്ടിൽ വെക്കേണ്ട സാധനമാണ്, ദാഹശമനിയായിട്ട് കഴിക്കാം. അപ്പോൾ അത് ഇതുപോലെ പലതരത്തിലുള്ള നാരങ്ങകളുടെ കഴിക്കാൻ പറ്റുന്ന വർഗ്ഗങ്ങളുണ്ട്. ഇതിപ്പോൾ ഒരു സുമാറ് കണ്ടോ ഒരു 350 നല്ലൊരു 1/2 കിലോ വരെയൊക്കെ തൂക്കണ്ടാവും, അതിലധികം ഉണ്ടാവും. ഇതിപ്പോൾ അത്ര വലിപ്പം പ്രായമാവാത്ത തൈയാണ്. എന്തായാലും ഇങ്ങനത്തെ പല വർഗ്ഗങ്ങളെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് പ്രത്യേക ഒരു ഓർമ്മ ഉണ്ടാവണമെന്ന് ഞാൻ പറയണം എല്ലാവരോടും.